നിയമസഭയിൽ ഇന്നും ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തെ ചൊല്ലി പ്രതിഷേധ ബഹളം. പ്രത്യേക അന്വേഷണ സംഘത്തിന്മേൽ ഗവൺമെന്റ് സമ്മർദ്ദം ചെലുത്തുന്നു എന്ന് ആരോപിച്ച് പ്രതിപക്ഷം നിയമസഭാ നടപടികൾ ബഹിഷ്കരിച്ചു. സ്പീക്കറുടെ ഡയസിലേക്ക് തള്ളിക്കയറാൻ പ്രതിപക്ഷം നടത്തിയ ശ്രമം വാച്ച് ആൻഡ് വാർഡും അംഗങ്ങളുമായുള്ള സംഘർഷത്തിന്റെ വക്കുവരെ എത്തി. സ്വർണ്ണക്കൊള്ള ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം കവർന്നത് യാതൊരു തെളിവുമില്ലാതെ ഇനി പുതിയ പ്രതികളെ കുറിച്ചുള്ള അന്വേഷണം പോലും നടത്താതെ ഉള്ള പ്രതികൾക്ക് പുറത്തിറങ്ങാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തുള്ള അപകടകരമായ നിലയിലേക്ക് SIT അന്വേഷണത്തേക്ക് സാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം കൊണ്ടാണ് സാർ SIT ഇങ്ങനെ ചെയ്യുന്നത്. സാർ അതുകൊണ്ട് ഞങ്ങൾ സമരം കടുപ്പിക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ ഈ സഭയിലും ഞങ്ങൾ ആ സമരം ഈ സഭയ്ക്കകത്തേക്കും തുടരാൻ തീരുമാനിച്ചിരിക്കുന്നു. ഞങ്ങൾ സഭാ നടപടികളുമായി സഹകരിക്കുന്നില്ല എന്ന് അങ്ങേ അറിയിക്കുന്നു. സർ, നിയമസഭാ നടപടികൾ തുടങ്ങിയതോടെ ശബരിമല സ്വർണ്ണപ്പാളി വിവാദമുയർത്തി പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങിയ പ്രതിപക്ഷം ബാനറുകളും പ്ലക്കാർഡുകളും ഉയർത്തി. പ്രതിരോധിക്കാൻ ഭരണപക്ഷ നിരയിൽ നിന്നും മന്ത്രി MB രാജേഷ് ശ്രമം നടത്തി. ജനങ്ങളുള്ള വെല്ലുവിളിയാണ് പ്രതിപക്ഷം നടത്തുന്നതെന്ന് മന്ത്രി MB രാജേഷ് പറഞ്ഞു. ഇതോടെ ബഹളം ശക്തമായി. മന്ത്രി V ശിവൻകുട്ടിയും പ്രതിരോധം തീർക്കാൻ ശ്രമിച്ചെങ്കിലും അതും പരാജയപ്പെടുകയായിരുന്നു. പ്രതിപക്ഷ നിരയിൽ നിന്നും 2 അംഗങ്ങൾ സ്പീക്കറുടെ ഡയസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു. ഇത് വാച്ച് ആൻഡ് വാർഡും പ്രതിപക്ഷ അംഗങ്ങളും തമ്മിലുള്ള ഉന്തിലും തള്ളിലും വരെ എത്തി. ബഹളത്തിനിടയിൽ പ്രതിപക്ഷ അംഗങ്ങൾ ഉയർത്തിയിരുന്ന ബാനർ പിടിച്ചെടുക്കാൻ വാച്ച് ആൻഡ് വാർഡ് അംഗങ്ങൾ നടത്തിയ ശ്രമവും സംഘർഷത്തിന്റെ വക്കോളം എത്തിച്ചു. ഈ സഭക്കകത്ത് ഡയസിലേക്ക് കയറാൻ ശ്രമിച്ച MLA-മാരുടെ നടപടി ശരിയായില്ല. ശ്രീമതി U പ്രതിഭ ബഹുമാനപ്പെട്ട തുടർന്ന് സഭ പിരിഞ്ഞ് 10 മിനിറ്റിന് ശേഷം ചേർന്നെങ്കിലും പ്രതിപക്ഷ ബഹളം തുടർന്നു. പ്രതിപക്ഷ പ്രതിഷേധം യാഥാർത്ഥ്യം മറച്ചുവെക്കാനാണെന്ന് മുഖ്യമന്ത്രി സഭയിൽ വിശദീകരിച്ചു. സർ, ഇത് ബോധപൂർവം കുഴപ്പം സൃഷ്ടിക്കാൻ വേണ്ടിയാണ്. നാട്ടിൽ ചെലവാകാത്ത കാര്യം, കോടതിയുടെ മുന്നിൽ ചെലവാകാത്ത കാര്യം, കോടതിയിൽ നിന്ന് ശക്തമായ അടി ഏറ്റപ്പോൾ ഇവിടെ വന്ന് ബഹളം വെച്ച് കാര്യങ്ങൾ നേടാനാണ് നോക്കിയത്. പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചതിന് ശേഷവും സഭാ നടപടികൾ തുടർന്നു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.